സിനഡിലെ വോട്ടെടുപ്പിൽ ആദ്യ റൗണ്ടുകളിൽ തന്നെ 3-2 ഭൂരിപക്ഷം നേടിയാണ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് എത്തുന്നത്. തൃശൂർ വ്യാകുലമാതാ ബസലിക്ക ഇടവകാംഗമാണ് 68-കാരനായ മാർ തട്ടിൽ. തൃശൂർ രൂപതാ സഹായമെത്രാൻ, സെമിനാരി റക്ടർ തുടങ്ങി വിവിധ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. 2018 ജനുവരിയിൽ ആന്ധ്രയിലെ ഷംഷാബാദ് രൂപത അധ്യക്ഷനായി. തർക്കങ്ങൾ നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഏവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എനിക്ക് പ്രതിസന്ധികളെ കുറിച്ചിട്ട് പറയാനുള്ളത് അത് ചക്രവാളങ്ങളാണ്. ഒരു പ്രതിസന്ധിയും അവസാനമല്ല. എല്ലാ പ്രതിസന്ധികളും ചക്രവാളങ്ങളാണ്. ഒരു സൂര്യോദയമാണ്. അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു പുതിയ ഉദയം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്നുള്ള ഉറപ്പ് അതാണ് എന്റെ മനസ്സിലുള്ള സ്വപ്നം. കോട്ടയം രൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ടാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് പ്രഖ്യാപിച്ചത്. സഭയെ ധീരമായി നയിക്കാൻ മാർ തട്ടിലിന് കഴിയട്ടെ എന്നായിരുന്നു സ്ഥാനമൊഴിഞ്ഞ മാർ ജോർജ് ആലഞ്ചേരിയുടെ വാക്കുകൾ. നാളെയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം. ഉച്ചകഴിഞ്ഞ് 2:30 സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ. സാധാരണ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിലാണ് ചടങ്ങ് നടക്കുന്നതെങ്കിലും തർക്കത്തെ തുടർന്ന് ബസലിക്ക അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സഭാസ്ഥാനത്ത് ചടങ്ങുകൾ നടത്തുന്നത്. പ്രശ്നഭരിതമായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് കഴിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രതീക്ഷയോടെയാണ് അദ്ദേഹം പദവി ഏറ്റെടുക്കുന്നത്. ജോയ്സിയറിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.